ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കുറേ സിമ്പിൾ പോയിൻറ്റ്സ് ആണെങ്കിലും കുറേ പോയിൻറ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കമ്മ്യൂണിറ്റി ഹെൽത്തിൽ നിന്നും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് JHA എക്സാമിനും JPHN എക്സാമിനും സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ഒരുപോലെ, അതായത് ഇനി JHA എക്സാമിന് ഇനിയും വെറും ഇന്നിപ്പം 13 നാളെയാണ് എക്സാം. അപ്പോൾ ഇനിയും നാളെ രാവിലെ വീഡിയോ കൂടി ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോവുകയായി. അപ്പോൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും തന്നെ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ പഴയ പ്ലേലിസ്റ്റ് എല്ലാം കണ്ടിട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേ മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ എല്ലാം അതുപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡിയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ അത് ഓർമ്മ വരും. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ഓർമ്മ വരും. അത് നിങ്ങൾക്ക് പിന്നെ എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മുടെ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം. എക്സാം ഹാളിൽ ചെന്നിട്ട് നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ലാസ്റ്റ് എൻഡ് ബോക്സ് ആയിട്ട് കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടേക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Epidemiological marker of hepatitis B is options HbAg, HbSAg, HbA1c, HbTAg. Epidemiological marker of hepatitis B. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് HbSAg ആണ്. HbSAg അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ. ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ എന്നാണ് HbSAgയുടെ ഫുൾ ഫോം. ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ. അപ്പോൾ ഈ ഒരു ആൻറ്റിജനെ നമ്മൾ ഓസ്ട്രേലിയൻ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ ആൻറ്റിജൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി HbSAg ആൻറ്റിജൻ തന്നെയാണ്, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ തന്നെയാണ് ഓസ്ട്രേലിയ ആൻറ്റിജൻ. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻറ്റ് ഫോർ എൻഡോസ്കോപ്പീസ് ഓപ്ഷൻസ് ഹൈപ്പോക്ലോറൈറ്റ്, ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ക്ലോർഹെക്സിഡിൻ. ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻറ്റ് ഫോർ എൻഡോസ്കോപ്പ്. കറക്റ്റ് ആൻസർ ഗ്ലൂട്രാൽഡിഹൈഡ്. ഗ്ലൂട്രാൽഡിഹൈഡ് ആണ് ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻറ്റ് ഫോർ എൻഡോസ്കോപ്പ്. അപ്പോൾ എൻഡോസ്കോപ്പ് തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഇപ്പം ബ്രോങ്കോസ്കോപ്പ്, എൻഡോസ്കോപ്പ്, കൊളോണോസ്കോപ്പ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡിസിൻഫെക്ഷന് നമ്മൾ ഈ ഒരു ഗ്ലൂട്രാൽഡിഹൈഡ് സൊല്യൂഷൻ 2.4% സൊല്യൂഷനാണ്, അല്ലെങ്കിൽ 2% സൊല്യൂഷൻ എന്നും പറയാം. അപ്പോൾ 2.4% ഈ സൊല്യൂഷൻ നമ്മൾ സൈഡെക്സ് എന്നും പറയുന്നുണ്ട്. CIDEX സൈഡെക്സ്. അപ്പോൾ ഈ സൊല്യൂഷനിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് സ്റ്റെറൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് up to 14 days നമുക്കത് സ്റ്റെറൈലായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒരു പീരീഡ് ഓഫ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് 14 days ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2.4% ഗ്ലൂട്രാൽഡിഹൈഡ്, ലാരിഞ്ചോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്, ക്ലോണോസ്കോപ്പ് തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇത് ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ തരുന്ന ഒരു സൊല്യൂഷനാണ് ഗ്ലൂട്രാൽഡിഹൈഡ്. അപ്പോൾ നമുക്ക് സ്റ്റെറിലൈസേഷൻ പോസിബിൾ അല്ലാത്ത ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ഗ്ലൂട്രാൽഡിഹൈഡ് ഉപയോഗിച്ച് നമുക്ക് അത് സ്റ്റെറൈൽ ചെയ്യാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ. ഷാക്കീസ് ടേപ്പ് ഈസ് യൂസ്ഡ് ടു മെഷർ ഓപ്ഷൻസ് വെയ്റ്റ്, ഹെഡ് സർക്കംഫറൻസ്, ചെസ്റ്റ് സർക്കംഫറൻസ്, മിഡ് ആം സർക്കംഫറൻസ്. ഷാക്കീസ് ടേപ്പ് ഈസ് യൂസ്ഡ് ടു മെഷർ. കറക്റ്റ് ആൻസർ മിഡ് ആം സർക്കംഫറൻസ്. മിഡ് ആം സർക്കംഫറൻസ് ആണ് ഷാക്കീസ് ടേപ്പ്. ഇപ്പോൾ ഇതിനകത്ത് 3 കളറുണ്ട് കേട്ടോ. ആ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ. 13.5 അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ മാൽന്യൂട്രീഷൻ ഇല്ല, അത് ഗ്രീനാണ്. 13.5 സെൻറ്റിമീറ്റർ മിഡ് ആം സർക്കംഫറൻസ് ആണ്. 12.5നും 13.5നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് മാൽന്യൂട്രീഷനാണ്, അത് യെല്ലോ ആണ്, ഒരു വാർണിംഗ് സൈനാണ്. സോ 12.5നും 13.5നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് മാൽന്യൂട്രീഷനാണ്. ലെസ് ദാൻ 12.5 ആണെങ്കിൽ സിവിയർ മാൽന്യൂട്രീഷനാണ്. അത് നമുക്ക് റെഡ് ആയിട്ട് പറയാം. അപ്പോൾ ആ ഒരു റെഡ്, യെല്ലോ, ഗ്രീൻ നിങ്ങളൊന്ന് ഓർക്കണം. ഷാക്കീസ് ടേപ്പ് യൂസ്ഡ് ടു മെഷർ മിഡ് ആം സർക്കംഫറൻസ്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ. Yellow plastic bags containing biomedical waste are treated by options autoclaving, incineration, sterilization by radiation, sterilization by filtration. Yellow plastic bags containing biomedical waste are treated by, correct answer, incineration ആണ്. ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ
ഓക്സിഡേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ്സാണ്, ഹൈ ടെമ്പറേച്ചറാണ്. അതായത് 900 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ഈ ഒരു ഇൻസിനറേറ്ററിൽ നമ്മൾ ഈ ഒരു യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്സിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ സോളിഡ് വേസ്റ്റിൻ്റെ അളവ് വോളിയം കുറയ്ക്കുകയാണ്. റെഡ്യൂസ് ദ വോളിയം ഓഫ് സോളിഡ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻസിനറേറ്റർ. So temperature is 900 degree Celsius to 1200 degree Celsius. Controlled air incineration. അപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ടും നോൺ ഇൻഫെക്ഷ്യസുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇൻസിനറേറ്ററിൽ യൂസ് ചെയ്യാം. ഇതിനൊരു അപാകതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് ഇൻസിനറേറ്റർ എന്ന് ചോദിച്ചാൽ സ്മോക്ക് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ആൻ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ഓഫ് ഇൻസിനറേറ്റർ. ഓട്ടോക്ലേവ് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇൻസിനറേറ്ററിൽ നമ്മൾ ഡ്രൈ ഓക്സിഡേഷനാണ് ആ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പം ടെമ്പറേച്ചർ ഒന്നുകൂടെ ഞാൻ പറയാം, 900 ഡിഗ്രി സെൽഷ്യസ് ടു 1200 ഡിഗ്രി സെൽഷ്യസ്. സോ നമുക്ക് 5th ക്വസ്റ്റ്യൻ. കത്തീറ്റേഴ്സ് ഷുഡ് ബി ഡിസ്കാർഡഡ് ഇൻ ഓപ്ഷൻസ് റെഡ്, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്. കത്തീറ്റേഴ്സ് മീൻസ് യൂറിനറി കത്തീറ്റർ, ഫോളിസ് കത്തീറ്റർ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ റെഡ് ആണ്. Infectious plastic items, rubber items, we have to insert to the red bin. അപ്പോൾ ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ വേസ്റ്റ്, ഗ്ലൗസ്, അതുപോലെ കത്തീറ്റർ, IV ട്യൂബിംഗ്, യൂറിൻ ബാഗ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽ, ഇതെല്ലാം നമുക്ക് റെഡിലാണ് ഇൻസർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സ്, കെമിക്കൽ വേസ്റ്റ്, അതുപോലെ വൈറ്റിൽ ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂവിൽ ഗ്ലാസ്, സിറിഞ്ചസ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ ബ്ലൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിൻറ്റ്സിലേക്ക് പോകാം. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് JPH-നും JJK എക്സാമിനും സാധാരണ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ORS പാക്കറ്റ്സ് ആർ നോട്ട് അവൈലബിൾ, യു ക്യാൻ പ്രിപ്പയർ ഇറ്റ് അറ്റ് ഹോം. അപ്പോൾ ഹോം ORS ഉണ്ട്. ഹോം ORS എങ്ങനെ നമ്മൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 ലിറ്റർ ഡ്രിങ്കിങ് ബോയിൽഡ് വാട്ടർ, അതായത് 5 കപ്പ് ഡ്രിങ്കിങ് വാട്ടർ വേണം. 1 കപ്പ് 200 ml വെച്ച് 1 ലിറ്റർ അങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ വേണം. അതുപോലെ 6 ടീസ്പൂൺ ഷുഗർ, 6 ടീസ്പൂണാണ്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഷുഗർ, 6 ടീസ്പൂൺ ഷുഗർ, അതുപോലെ 1/2 ടീസ്പൂൺ സാൾട്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ORSൻ്റെ അതേ എഫക്റ്റാണ്. സോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കണം. ORSൻ്റെ സെയിം എഫക്റ്റ് കിട്ടും. അപ്പോൾ ORS പാക്കറ്റ് നമ്മൾ മേടിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ORS പാക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്? ORS സൊല്യൂഷൻ ഈസ് ആൻ ഓറൽ പൗഡർ കണ്ടെയ്നിങ് മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് സോഡിയം സിട്രേറ്റ്. എന്തൊക്കെയാണെന്ന് അറിയണം. ഗ്ലൂക്കോസ് എന്തായാലും ഉണ്ട്. പിന്നെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് സോഡിയം സിട്രേറ്റ്. ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതൊക്കെ എപ്പോഴും ചോദിക്കാം. സോഡിയം ക്ലോറൈഡ് എത്ര അളവിലുണ്ട്? 2.6 ഗ്രാം പെർ ലിറ്റർ. അതുപോലെ ഗ്ലൂക്കോസ് 13.5 ഗ്രാം പെർ ലിറ്റർ, പൊട്ടാസ്യം ക്ലോറൈഡ് 1.5 ഗ്രാം പെർ ലിറ്റർ, സോഡിയം സിട്രേറ്റ് 2.9 ഗ്രാം പെർ ലിറ്റർ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വായിക്കുക. ജസ്റ്റ് ഒരു എക്സാം പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PEM, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ചോദിക്കാം. അതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ. മരാസ്മസ്, കലോറി കുറയുന്നതുകൊണ്ട്, ഡിക്രീസ് കലോറി ഡെഫിഷ്യൻസി ലീഡ്സ് ടു മരാസ്മസ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഡിസീസാണ് മരാസ്മസും കാഷ്യോർക്കറും. കോഷ്യോർക്കർ എന്നുള്ളത് ഡിക്രീസ് പ്രോട്ടീൻ. അപ്പോൾ KP എന്ന് ഓർത്ത് വെക്കുക. KP അല്ലെങ്കിൽ PK എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമയുണ്ടല്ലോ, അത് ഓർക്കാം. KP അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പോൾ ഡിക്രീസ് പ്രോട്ടീനാണ് കോഷ്യോർക്കർ, PK. ബെറിബറി ഡിക്രീസ് വിറ്റാമിൻ B1, തയമിൻ. ഡിക്രീസ് വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയമിൻ, ബെറിബറി. വെറ്റ് ബെറിബറി ആണെങ്കിൽ, വെറ്റ് ബെറിബറി ഉണ്ട്, ഡ്രൈ ബെറിബറി ഉണ്ട്. വെറ്റ് ബെറിബറി എന്ന് പറയുമ്പോൾ കാർഡിയോവാസ്കുലർ ഇൻവോൾവ്മെൻറ്റ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാകുന്നത് വെറ്റ് ബെറിബറിയിലാണ്. അങ്ങനെ നോക്കണം. പക്ഷേ ഡ്രൈ ബെറിബറിയിൽ എന്താണ്? നെർവസ് സിസ്റ്റത്തിനാണെങ്കിൽ ഡ്രൈ, വെറ്റാണെങ്കിൽ കാർഡിയോവാസ്കുലർ. അപ്പം ഡ്രൈയിൽ എന്തൊക്കെയാണ്? വെർണിക്സ് എൻസോഫിലോപ്പതിയും കൊർസാക്കോസ് സിൻഡ്രോം കാണുന്നത് എവിടെയാണ്? ഡ്രൈ ബെറിബറിയിലാണ്. വെർണിക്സ് എൻസോഫിലോപ്പതി, കൊർസാക്കോസ് സൈക്കോസിസ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്? വെർണിക്സ് എൻസോഫിലോപ്പതി രണ്ടും ന്യൂറോളജിക്കൽ സിസ്റ്റം ഡിസോർഡേഴ്സ് ആണ്. വെർണിക്സ് എൻസെഫലോപ്പതിയിൽ നമുക്ക് നിസ്റ്റാഗ്മസ്, അറ്റാക്സിയ, കൺഫ്യൂഷൻ, നിസ്റ്റാഗ്മസ്, ഇൻവോളണ്ടറി ഐ മൂവ്മെൻറ്റ്,
കൺഫ്യൂഷൻ, അതുപോലെ അറ്റാക്സിയ, ലാക്ക് ഓഫ് മസിൽ ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏതിലാണ് ഉണ്ടാകുന്നത്? വെർണിക്സിലാണ്. കൊർസാക്കോസിൽ എന്താണ്? മെമ്മറി പ്രോബ്ലമാണ്. രണ്ടും നെർവസാണ്. മെമ്മറി ഡിസ്റ്റർബൻസ് കൊർസാക്കോസിലാണ്. അതായത് ആൽക്കഹോൾ, സിവിയർ ആൽക്കഹോൾ എടുക്കുന്ന ആളുകളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഡയറ്റ് കുറയുന്ന പോലെ കീമോതെറാപ്പി എടുക്കുന്ന ആളുകളിലും ഈ കൊർസാക്കോസ് സിൻഡ്രോം ഉണ്ടാകാറുണ്ട്. സോ അടുത്ത സ്ലൈഡ്. ഡയബറ്റിക് മദർ ചൈൽഡ് മേ ഹാവ് ഹൈപ്പോഗ്ലൈസീമിയ. പല ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചാടി ഹൈപ്പർഗ്ലൈസീമിയ എന്ന് എഴുതരുത്. കറക്റ്റ് ആൻസർ ഹൈപ്പോഗ്ലൈസീമിയാണ്. ഡയബറ്റിക് മദറിന്, ന്യൂ ബോൺ ചൈൽഡിന് എന്താണ് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് ചോദിച്ചാൽ ഷുഗർ കുറയുകയാണ് ചെയ്യുന്നത്, ഹൈപ്പോഗ്ലൈസീമിയാണ്. കാരണം പെട്ടെന്ന് ഡെലിവറി കഴിയുമ്പോൾ ആ മദറിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് എല്ലാം അവിടെ നിന്ന് പോകുന്നു. അതങ്ങനെ പെട്ടെന്ന് നിന്ന് പോകുമ്പോൾ സഡനായിട്ട് കുഞ്ഞിന് ഹൈപ്പോഗ്ലൈസീമിയാണ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഇപ്പം നോർമൽ ഷുഗർ ഇൻ ന്യൂ ബോൺ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ, ന്യൂ ബോണിൻ്റെ ഫസ്റ്റ് ഡേയിൽ 40 to 60 ആണ്. അതായത് ഫസ്റ്റ് ഡേ അതിനകത്ത് 40 കുറയുകയാണെങ്കിൽ ഫസ്റ്റ് 72 hours ഹൈപ്പോഗ്ലൈസീമിയാണ്. നോർമൽ ഷുഗർ ഇൻ ന്യൂ ബോൺ സെക്കൻഡ് ഡേ അപ് ടു 1 week 15 to 90 mg/dl ആണ്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ വാല്യൂ കുറയുന്നുണ്ട്. ഒരു ദിവസം ഫസ്റ്റ് ഡേയിൽ 40 to 60 ആണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ഡേയിൽ 50 to 90 mg/dl ആണ്. അപ്പോൾ ലെസ് ദാൻ 45 ആണെങ്കിൽ ആഫ്റ്റർ 72 hours ലെസ് ദാൻ 45 ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, ഫസ്റ്റ് ഡേയിൽ ലെസ് ദാൻ 45 ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ. ഞാൻ ഒന്നുകൂടെ വളരെ സിമ്പിളായിട്ട് പറയാം, നിങ്ങൾക്ക് വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിലാവും. JPHനും JHയ്ക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേട്ടാലായിരിക്കും മനസ്സിലാകുന്നത്. സ്റ്റാഫ് നേഴ്സിന് പലർക്കും അറിയുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഡയബറ്റിക് മദർ ആണെങ്കിൽ കുഞ്ഞിന് ഹൈപ്പോഗ്ലൈസീമിയ, അതുപോലെ നോർമൽ ന്യൂ ബോണിൻ്റെ ഷുഗർ ഫസ്റ്റ് ഡേയിൽ 40 to 60, ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ 45 to 90, അല്ല 50 to 90. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ 40 കുറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ, ഫസ്റ്റ് ഡേ കഴിഞ്ഞാൽ 45 കുറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ. അടുത്ത്, ദ വാം ചെയിൻ ഇസ് എ സെറ്റ് ഓഫ് 10 interlinked procedures carried out at birth and during the following hours and days which will minimize the likelihood of hypothermia in all newborns and LBW babies. അപ്പോൾ വാം ചെയിൻ ഉണ്ട്. ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് ഈ ന്യൂബോൺസിൽ ഉണ്ടാകുന്ന സൈലൻറ്റ് കില്ലറാണ് ഹൈപ്പോതെർമിയ കേട്ടോ. ന്യൂബോണിൽ ഉണ്ടാകുന്ന സൈലൻറ്റ് കില്ലർ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതെർമിയാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനാണ് സൈലൻറ്റ് കില്ലർ വലിയ ആളുകളിൽ. വേറൊരു പേരുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ വാം ചെയിൻ ഉണ്ട്. അപ്പം കങ്കാരു മദർ കെയർ ഒക്കെ കൊടുക്കുന്നത് ആ ഒരു വാംതനസ് കിട്ടാൻ വേണ്ടിയാണ്, ബോഡിയോട് ചേർന്ന് കിടക്കുക, അമ്മയുടെ ബോഡിയോട്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ന്യൂ ബോൺ 36.5 to 37.5 degrees Celsius. നോർമൽ ടെമ്പറേച്ചർ ഓഫ് ന്യൂ ബോൺ 36.5 to 37.5 degrees Celsius. അപ്പോൾ 36.5 കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതെർമിയയിലേക്ക് പോകും. നിയോനെറ്റൽ ഹൈപ്പോതെർമിയാണ്, സൈലൻറ്റ് കില്ലറാണ്. അപ് ടു ഫസ്റ്റ് വീക്ക് ഇയർലി നിയോനേറ്റ്സ്. ഫസ്റ്റ് വീക്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇയർലി നിയോനെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള നമുക്ക് മീസിൽസിനെയും മംസിനെയും പറ്റിയും കുറച്ച് കാര്യങ്ങൾ നോക്കാം. മീസിൽസ്, മംസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മീസിൽസ് അഥവാ മോർബില്ലി എന്ന് പറയുന്നു. ഇംഗ്ലീഷ് മീസിൽസ് അഥവാ റൂബിയോള അങ്ങനെ പറയാം. കോസറ്റീവ് ഏജൻസ് പാരാമിക്സോ വൈറസ്, ഇൻക്യുബേഷൻ പീരീഡ് 10 to 14 days. ഇത് മീസിൽസിനെ പറ്റിയാണ് പറയുന്നത്. പ്രൊഡോമൽ സ്റ്റേജിലാണ് കൊപ്ലിക് സ്പോട്ട് കാണുന്നത്. ഏത് സ്റ്റേജിലാണ് കൊപ്ലിക് സ്പോട്ട് മീസിൽസിൽ കാണുന്നത് ചോദിച്ചാൽ പ്രൊഡോമൽ സ്റ്റേജിലാണ്. അതുപോലെ ഈ മീസിൽസിൻ്റെ വാക്സിൻ ഫ്രീസറിൽ റെഫ്രിജറേറ്ററിൽ 2 to 8 degrees Celsius കീപ്പ് ചെയ്യേണ്ടത്. മീസിൽസ് വാക്സിൻ റൂട്ട് സബ്ക്യൂട്ടേനിയസ് ആണ്. എമൗണ്ട് 0.5 ml ആണ്. 9 months കൊടുക്കേണ്ടത്. മീസിൽസ് വാക്സിൻ ഈസ് എ ലയോഫിലൈസ്ഡ് വാക്സിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ കേൾക്കുക. പ്രൊട്ടോമൽ സ്റ്റേജിലാണ് കോപ്ലിക് സ്പോട്ട്. കീപ്പ് ചെയ്യേണ്ടത് റെഫ്രിജറേറ്ററിലെ 2 to 8 degrees Celsius ഫ്രിഡ്ജ് ഡോറിലാണ്. സബ്ക്യൂട്ടേനിയസ് ആണ്. എമൗണ്ട് 0.5 ml ആണ്. 9 months കൊടുക്കേണ്ടത്. ലിയോഫിലൈസ്ഡ് വാക്സിനാണ് മീസിൽസ്. അടുത്തത് മംസ് RNA വൈറസാണ്. പാരാമിക്സോ വൈറസാണ് മംസിൻ്റെ ഓർഗാനിസം. RNA വൈറസാണ്. പരോട്ടിഡ് ഗ്ലാൻഡിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അതുപോലെ ഇൻക്യുബേഷൻ പീരീഡ് 2 to 3 weeks ആണ്. കോംപ്ലിക്കേഷൻ ഓഫ് മംസ് എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഓർക്കേറ്റിസ് അഡൽട്ടിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ്, ഓർക്കേറ്റിസ്, ഓഫറൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്. ഇത് മൂന്നും കോംപ്ലിക്കേഷൻ ഓഫ് ദ മംസ് ആണ്. ഓർക്കേറ്റിസ്, ഓഫറൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്. ഓർക്കേറ്റിസ് ആണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ് മെയിലിൽ, ഓഫറൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറി ഫീമെയിലിൽ,
ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറി ഊഫ്രൈറ്റിസ് ഫീമെയിലിൽ, മെനിഞ്ചൈറ്റിസ് ചൈൽഡിൽ, ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് ഇന്ന് വൈകുന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, വിഷ് യു സക്സസ് സക്സസ് സക്സസ്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ എന്താ പറയുക, ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാവുന്നതാണ്. കാരണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എനിക്കൊരു ഫാസ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പലരും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.